ഹേ ഗായ്സ്, ഞാൻ ഇന്ന് എന്റെ കുടുംബക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനത്തിന്റെ കുറച്ച് കാഴ്ചകളായിട്ടാണ് വന്നേക്കണത്. പരിപാടി കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിരുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടുന്നത്. വെളുപ്പിനെ തന്നെ ഗണപതി ഹോമത്തോട് കൂടിയിട്ട് പരിപാടികൾക്കൊക്കെ തുടക്കം കുറിച്ചുകൂട്ടാ. നേരം വെളുക്കുമ്പോഴത്തേനും കുടുംബാംഗങ്ങളെല്ലാവരും പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ടായി. ചെറിയ അമ്പലമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് പൂജയിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസാദങ്ങളും ആരതികളും ഇതുപോലൊക്കെ ആരെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരലാണ് പതിവ്. ഈ കറുത്ത കുറിയില്ലേ, ഇത് ഗണപതി ഹോമത്തിന്റെ സ്പെഷ്യലാണ്. ഇത് ഹോമം കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുക. അങ്ങനെ അതിൽ നിന്ന് കുറി തൊട്ട് നിൽക്കുമ്പോഴാണ് ഗണപതി ഹോമത്തിന്റെ പ്രസാദം കൊണ്ടുവന്ന് തന്നത്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് പ്രസാദം കഴിച്ചിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം പ്രസാദം കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് രാവിലത്തേക്ക് ഏൽപ്പിച്ച ചായയും കടി എത്തണം. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ എന്റെ ഫോക്കസ് മൊത്തം പോയത് വടയിലേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടി ചായയും വടയൊക്കെ കഴിച്ചു. ഞങ്ങളുടെ വിശപ്പ് കൊതിയും കഴിഞ്ഞപ്പോഴാണ് അമ്മമാരെല്ലാം വട്ടട്ട് ഇരുന്നിട്ട് പൂജയ്ക്ക് വേണ്ട പൂക്കളൊക്കെ പൊട്ടിച്ചിരുന്ന കാഴ്ച കണ്ടത്. മേളക്കാരൊക്കെ വന്ന് ഒരുങ്ങി തുടങ്ങിയ ഗ്യാപ്പിൽ ഞാനും കണ്ണനും കൂടിയിട്ട് പൂജയ്ക്ക് വേണ്ട കുറച്ച് പൂജാ സാധനങ്ങൾ വാങ്ങി വന്നപ്പോഴത്തേനും മേളം തുടങ്ങിയിട്ടുണ്ടായിട്ടാ. അവിടെ മേളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളെല്ലാം താലെടുത്ത് റെഡിയായിട്ട് ദേവീനെ പുറത്തേക്ക് ഇറക്കിയിട്ട് എഴുന്നള്ളിപ്പിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. അങ്ങനെ സ്ത്രീകളെല്ലാം താലെടുത്ത് നിരന്തരേ നിന്നിട്ട് മേളത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ട് എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടാ. അങ്ങനെ ദേവി എഴുന്നള്ളി അമ്പലത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം വായ്ക്കൂരോട് കൂടിയിട്ട് ദേവിയുടെ അഭിഷേകങ്ങൾക്ക് തുടക്കം വെച്ചു. അഭിഷേകത്തിന് ശേഷം ദേവീദേവന്മാരെ പട്ടും ആഭരണങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ള പൂജയ്ക്ക് ശേഷം അമ്പലത്തിന്റെ അകത്ത് പറകൾ ഓരോന്നായിട്ട് വെച്ച് തുടങ്ങി. അമ്പലത്തിന്റെ അകത്ത് പറവെപ്പ് നടക്കുന്ന പോലെ തന്നെ അമ്പലത്തിന്റെ പുറത്ത് പ്രസാദ ഊട്ടും ഗംഭീരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതിഷ്ഠാദിനത്തിന്റെ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും താപ്പ് നോക്കിയിട്ട് നേരെ ഊട്ടിന് ഫുഡ് അടിക്കാൻ കയറിയിരുന്നു. ഈ ഒരു ഗംഭീര സദ്യ കൊണ്ടിട്ട് അങ്ങനെ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്തുട്ടാ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ടും എന്നെ ഫോളോ ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.